സനാഉല്ലാ അൽ ഹിന്ദി അൽ അമൃത്സരി റഹിമുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആൻ ബി കലാമിർ റഹ്മാൻ ഓഡിയോ നമ്പർ 12. സൂറത്തുൽ ബഖറ ആയത്തുകൾ 40 മുതൽ 46 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ ബനീ ഇസ്രായീൽ اذكروا نعمتي التي أنعمت عليكم وأوفوا بعهدي أوف بعهدكم وإياي فارهبون وآمنوا بما أنزلت مصدقا لما معكم ولا تكونوا أول كافر به ولا تشتروا بآياتي ثمنا قليلا وإياي فاتقون ولا تلبسوا الحق بالباطل وتكتموا الحق وأنتم تعلمون وأقيموا الصلاة وآتوا الزكاة واركعوا مع الراكعين أتأمرون الناس بالبر وتنسون أنفسكم وأنتم تتلون الكتاب أفلا تعقلون واستعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين الذين يظنون أنهم ملاقو ربهم وأنهم إليه راجعون. തഫ്സീർ അമൃത്സരി പേജ് 16-17. യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ, ഇസ്രായേൽ സന്തതികളെ. ഉദ്കുറു ചേർത്ത് പറയുമ്പോൾ യാ ബനി ഇസ്രായീൽ ഉദ്കുറു, ഉദ്കുറു നിങ്ങൾ സ്മരിക്കുക, ഓർക്കുക. നിഅമതിയ എൻ്റെ നിഅമത്തിനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, എൻ്റെ അനുഗ്രഹത്തെ. അല്ലത്തി എങ്ങനെയുള്ള നിഅമത്ത്, അനുഗ്രഹം. അൻഅംതു ഞാൻ ആ അനുഗ്രഹം ചെയ്തിരിക്കുന്നു, അലൈക്കും നിങ്ങൾക്ക് മേൽ. അപ്പം നിങ്ങൾക്ക് മേൽ ഞാൻ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഇസ്രായേല്യരെ നിങ്ങൾ ഓർക്കുക. അതായത് മിനൽ ഹുകൂമത്തി ദീനിയ്യത്തി വസിയാസത്തി ദുന്യവിയ്യത്തി, ദുനിയാവിൻ്റെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ദീനിയായിട്ടുള്ള വിധികളും ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാത്തരം അനുഗ്രഹങ്ങളും. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. മറ്റൊരിടത്ത് സൂറത്തുൻ നിസാ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, فقد آتينا آل إبراهيم الكتاب والحكمة وآتيناهم ملكا عظيما. فقد آتينا നിശ്ചയം നാം നൽകിയിരിക്കുന്നു ആല ഇബ്രാഹീമ, ഇബ്രാഹീമിൻ്റെ കുടുംബത്തിന്. അതായത് ഇബ്രാഹിമിൻ്റെ കുടുംബം എന്ന് പറയുമ്പം അലൈഹിസ്സലാം, ഇസ്മായിലരും ഇസ്രായേലരൊക്കെ പെടുവരോ. അൽ കിതാബ, കിതാബ് വിശുദ്ധ വേദത്തെ, വൽ ഹിക്മത തത്വജ്ഞാനത്തെയും, വആതൈനാഹും നാം അവർക്ക് നൽകി, മുൽക്കൻ അദീമ മഹത്തായ അധികാരം. അപ്പോൾ ഇസ്രായേലിൽ ധാരാളമായിട്ട് നബിമാരും രാജാക്കന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വഔഫൂ ബിഅഹ്ദി, നിങ്ങൾ എൻ്റെ കരാറിനെ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ. എൻ്റെ നിഅമത്തുകളെ നിങ്ങൾ സ്മരിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്. വഔഫൂ ബിഅഹ്ദി, എൻ്റെ കരാറിനെ നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുവിൻ. എങ്ങനെയുള്ള കരാർ വിശദീകരിക്കാണ്. അൽ മുതഅല്ലഖു ലിഇദ്ഹാരിൽ ഹഖ്, സത്യത്തെ വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, وإذا أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه. ആൽ ഇമ്രാൻ 187-ാമത്തെ ആയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിൽ പറഞ്ഞ അഹദ്, കരാർ എന്താണ്? അത് സത്യം വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാറാണ് എന്ന്. അത് സൂറത്ത് ആൽ ഇമ്രാനിൽ ഈ പറഞ്ഞ ആയത്ത്, ഇത് അഖദല്ലാഹു, നിശ്ചയം അള്ളാഹു
സ്വീകരിച്ച സന്ദർഭം ഈസാഖല്ലദീന ഊത്തുൽ കിതാബ വേദം നൽകപ്പെട്ടവരുടെ കരാർ ലതുബയ്യിനുന്നഹു നിശ്ചയം നിങ്ങളത്, അതായത് ഇസ്രായേലിയർ അത് വിവരിച്ചു കൊടുക്കുമെന്ന് ലിന്നാസി ജനങ്ങൾക്ക്, വലാ തക്തുമൂനഹു അതിനെ നിങ്ങൾ മറച്ചു വെക്കുകയില്ല എന്നും അത്തരമൊരു കരാർ ഇസ്രായേലിയരിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. ആ അഹദ്, ആ കരാർ ആണ്, ആ മീസാക്കാണ് പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ സത്യം മറച്ചു വെക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ സത്യസന്ദേശം അവർക്ക് എത്തിയതാണ്. ഊഫി ബി അഹ്ദിക്കും എങ്കിൽ, അപ്പം നിങ്ങൾ എൻ്റെ കരാർ പാലിച്ചാൽ ഊഫി ഞാൻ പൂർത്തീകരിക്കും ബി അഹദിക്കും നിങ്ങളുമായുള്ള കരാർ. അതായത് അൽ മദ്കൂറു ഫീ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൽ പറഞ്ഞ പരാമർശിക്കപ്പെട്ട അഹദ് അതെന്താണ്? സൂറത്തു മാഇദ 66-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും അഖാമുത് തൗറാത വൽ ഇൻജീല വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം ലഅകലൂ മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം വലൗ അന്നഹും നിശ്ചയം അവരായിരുന്നുവെങ്കിൽ അഖാമു തൗറാത വൽ ഇൻജീല തൗറാത്തും ഇൻജീലും അനുസരിച്ച് അവർ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ, അവർ അതനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, അത് നടപ്പാക്കിയിരുന്നെങ്കിൽ വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം അവരിൽ നിന്ന് അവരുടെ റബ്ബിങ്കൽ നിന്ന് അവരിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിനും, അതായത് വിശുദ്ധ ഖുർആൻ ഉൾപ്പെടെ ലഅകലൂ മിൻ ഫൗഖിഹിം എങ്കിൽ അവർ ഭക്ഷിക്കുമായിരുന്നു അവരുടെ മുകളിൽ നിന്ന്, വമിൻ തഹ്തി അർജുലിഹിം അവരുടെ കാലിൻ്റെ അടിയിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചുണ്ടാകുന്നതും ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്നത് മൂലം ഉണ്ടാകുന്നതുമായിട്ടുള്ള എന്ന അർത്ഥത്തിൽ, അതായത് പലതരം ഭക്ഷ്യവിഭവങ്ങൾ അവർക്ക് ലഭ്യമാകുമായിരുന്നു എന്ന്. അല്ലെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വിശാലം ലഭിക്കുമായിരുന്നു അവരുടെ വിഭവങ്ങളിൽ എന്ന്. അപ്പോൾ അത് ആണ് അള്ളാഹുവിൻ്റെ കരാർ. വഇയ്യായ ഫർഹബൂൻ നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുവീൻ, അതായത് ലാ ഗൈരി എന്നെ അല്ലാത്തവരെ അല്ല, അള്ളാഹുവിനെ ആത്യന്തികമായിട്ട് ഭയപ്പെടേണ്ടത്. ലി ഖൗലിഹി തആല അള്ളാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൻ നഹൽ 152-ാമത്തെ ആയത്ത് അഫഗൈറല്ലാഹി തത്തഖൂൻ നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെയാണോ ഭയപ്പെടുന്നത്? അള്ളാഹുവിലല്ലേ തഖ്വ വേണ്ടത്. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരെയാണോ ഭയപ്പെടുന്നത്, അവരിലാണോ സൂക്ഷ്മത പുലർത്തുന്നത് എന്ന്. വആമിനൂ ബിമാ അൻസൽതു അടുത്ത ആയത്ത് വആമിനൂ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുകയും ബിമാ അൻസൽതു ഞാൻ അവതരിപ്പിച്ചതിൽ, അതായത് ഏതിൽ? അലാ മുഹമ്മദിൻ അലൈഹിസ്സലാം മുഹമ്മദ് അലൈഹിസ്സലാമിൽ ഞാൻ അവതരിപ്പിച്ച, മുഹമ്മദ് അലി ഇസ്ലാമക്ക് ഞാൻ അവതരിപ്പിച്ച ഈ വിശുദ്ധ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലും നിങ്ങൾ വിശ്വസിക്കുക. മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ട്, എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത്? സത്യപ്പെടുത്തിക്കൊണ്ട് ലിമാ മഅക്കും നിങ്ങളുടെ കൂടെയുള്ളതിനെ, അതായത് തൗറാത്തിനെയും ഇൻജീലിനെയും ഒക്കെ സത്യപ്പെടുത്തിക്കൊണ്ട് മിൻ മദാമിനി ശരീഅത്തിൽ ഹഖത്തിൽ മുൻസിലതി അലാ മൂസ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട സത്യമായ ശരീഅത്ത് ഉൾക്കൊള്ളുന്നത്, അതായത് തൗറാത്തിൻ്റെ ആശയത്തിന് വിരുദ്ധമായിട്ടതൊന്നും വിശുദ്ധ ഖുർആനിലില്ല. യഥാർത്ഥ തൗറാത്ത് കേട്ടോ. ലാ ലികുല്ലി മിമ്മാ മഅക്കും മിൻ തൗഹീനിൽ അംബിയാഇ ബൽ വഖിലാഫി ശഅനിൽ ഇലാഹ്. അപ്പോൾ അംബിയാക്കളെ നിഷേധിച്ചുകൊണ്ടും മറ്റുമൊക്കെ നിങ്ങളുടെ കൂടെയുള്ള അതല്ല. അതേപോലെ അള്ളാഹുവിൻ്റെ ഷഅന് അമ്രിന് ഒക്കെ എതിരായിട്ടുള്ള കാര്യങ്ങളും അല്ല. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള യഥാർത്ഥ തൗറാത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള വിശുദ്ധ വേദം, അല്ല നിങ്ങളുടെ എല്ലാ ചെയ്തികളെയും നടപടികളെയും സത്യപ്പെടുത്തിക്കൊണ്ടുള്ള എന്നർത്ഥത്തിൽ അല്ല. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ മാഇദ 48-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വഅൻസൽനാ ഇലൈക നിശ്ചയം നാം താങ്കളിലേക്ക് അവതരിപ്പിച്ചു അൽ കിതാബിനെ, അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ ബിൽ ഹഖ് സത്യമായിട്ടും മുസദ്ദിഖൻ സത്യപ്പെടുത്തിക്കൊണ്ടും ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി, അതായത് അവരുടെ വക്കിലുള്ള വിശുദ്ധ ഗ്രന്ഥം അതിനെ
സത്യപ്പെടുത്തിക്കൊണ്ട് മൊഹീമനൻ അലിഹി അതിനെ കാത്ത് സംരക്ഷിച്ചുകൊണ്ടും. അപ്പം അതിലുള്ള ആശയങ്ങൾ ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ ആ അടിസ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. മുൻ വേദങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആണ്. ولا تكونوا നിങ്ങളാവരുത് അവല കാഫിരിൻ ബി ആദ്യമേ അതിൽ അവിശ്വസിക്കുന്നവരിൽ പെടരുത്. അതായത് അതിനെ അവിശ്വസിക്കുന്നവരിൽ നിങ്ങൾ ഒന്നാമത് തന്നെ ആവരുത് എന്ന് നിങ്ങൾ തന്നെ ആവരുത്. കാരണം നിങ്ങൾക്കറിയാം ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വേദക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. വലാ തശ്തറൂ ബി ആയാതി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ എൻ്റെ ആയത്തുകൾ കൊണ്ട് നിങ്ങൾ വാങ്ങരുത് സമനം ഖലീല, കുറഞ്ഞ വില. അപ്പോൾ കുറഞ്ഞ വിലക്ക് തുച്ഛമായ ഭൗതിക ലാഭത്തിന് വേണ്ടി നിങ്ങൾ സത്യം മൂടി വെക്കരുത്. അതായത് യഥാർത്ഥമായ ആയത്തുകളെ മറച്ചു വെക്കൽ കൊണ്ട് നിങ്ങൾ സ്വീകരിക്കരുത് ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ ഒന്നിനെയും. അപ്പോൾ ദുനിയവിയായിട്ടുള്ള ഐഹികമായിട്ടുള്ള മെച്ചത്തിന് വേണ്ടി, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, കാര്യസാധ്യത്തിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള വിഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കരുത്. ഇൻകാന കസീറ, ഇനി ആ ദുന്യവിയായിട്ടുള്ള വിഭവങ്ങൾ അധികമാണെങ്കിലും അധികം കിട്ടുമെങ്കിലും ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ മത്താഉദ് ദുനിയാ ഖലീൽ, ഭൗതിക വിഭവം എന്നത് കുറച്ചാണ്. നമുക്ക് എത്രമാത്രം അത് അധികമുണ്ട് എന്ന് തോന്നിയാലും അത് ആഖിറത്തിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ തുച്ഛമാണ്. സൂറത്തുൻ നിസാ 70-ാമത്തെ ആയത്ത്. വഇയ്യായ ഫത്തഖൂൻ, വഇയ്യായ എന്നെ മാത്രം ഫത്തഖൂൻ, നിങ്ങൾ അതിനാൽ നിങ്ങൾ തഖ്വ സൂക്ഷിക്കുക എന്നത്. ലാ ഗൈരി, മറ്റാരെയുമല്ല. തുടർന്ന് പറയാം, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി, വലാ തൽബിസുൽ ഹഖ്ഖ, സത്യത്തെ നിങ്ങൾ കൂട്ടിക്കലർത്തരുത്, ബിൽ ബാത്തിലി, വ്യാജവുമായിട്ട് അസത്യവുമായിട്ട്, വതക്തുമുൽ ഹഖ്ഖ, എന്നിട്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കരുത്, അൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട്, അന്നക്കും ബികത്മാനിൽ ഹഖ്ഖി അലൽ ബാത്തിലി, അതായത് ബാത്തിലിന്മേൽ സത്യത്തെ മൂടി വെച്ചുകൊണ്ട്, ബാത്തിൽ കൊണ്ട് സത്യത്തെ മൂടി വെക്കാം എന്നതാണ്. ഈ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ വലൗ അൽഖാ മആദീറ, ബലിൽ ഇൻസാനു, പക്ഷേ എന്നാൽ മനുഷ്യൻ, അലാ നഫ്സി, എന്ന സ്വന്തം നഫ്സിൻ്റെ മേൽ തന്നെ ബസീറ, സാക്ഷിയാകുന്നതാണ്. അവ സത്യം മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് പരലോകത്തേക്ക് വെളിപ്പെടും. വലൗ അൽഖാ, അവൻ സമർപ്പിച്ചാലും, മആദീറ, അവൻ്റെ ന്യായങ്ങൾ, നൊണ്ടി ന്യായങ്ങളും ഒന്നും സമർപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് സൂറത്തുൽ ഖിയാം 14-15. ഇത് തുടർന്ന് പറയും, വഅഖീമുസ്സലാത്ത, നിങ്ങൾ നിസ്കാരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിലനിർത്തുക. അതായത് സൊല്ലു ബിൽ ജമാഅത്ത്, നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. ജമാഅത്തായിട്ട് നമസ്കരിക്കേണ്ടത് നിർബന്ധമുള്ളവർ അങ്ങനെ തന്നെ നിസ്കരിക്കണം, അത് നിർബന്ധം ആയിട്ടുള്ളവർ. അപ്പോൾ ജമാഅത്ത് നിലനിർത്തണം എന്നതാണ്. അതിന് പറ്റാത്തവർ ഒറ്റ നിസ്കരിക്കണം. വആതു സകാത്ത, സകാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടുകയും വേണം. വർക്കഊ മഅറാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ നിങ്ങൾ റുക്കൂ ചെയ്യണം, അതായത് മുസല്ലീങ്ങളുടെ കൂടെ നിങ്ങൾ നിസ്കരിക്കണം എന്ന്. അതായത് ഇഖ്ളഉല്ലാഹ മഅൽ ഖാലിഈൻ, അള്ളാഹുവിന് ഹുദൂഉള്ളവരുടെ കൂടെ നിങ്ങളും ഹുദൂഉള്ളവരാകുക, ഭയഭക്തിയുള്ളവരാകുക എന്ന്, അള്ളാഹുവിന് സമർപ്പിക്കുന്നവരുടെ കൂടെ. ലിഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ മാഇദ 55-ാമത്തെ ആയത്തിൽ, الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون, الذين അവർ എങ്ങനെയുള്ളവരാണ്? യുഖീമുന സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുന്നവരാണ്. വയുതൂന സകാത്ത, സകാത്ത് കൊടുത്തു വീട്ടുന്നവരുമാണ്. വഹും റാക്കിഊൻ, അവർ റുക്കൂ ചെയ്യുന്നവരാണ്, അതായത് നിസ്കരിക്കുന്നവരാണ്. വഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഈ വചനത്തിൻ്റെ സ്ഥാനത്തിൽ വഖൗലിഹി തആല സൂറത്തുൽ മുർസലാത്ത് 48-ാമത്തെ ആയത്ത്, വഇദാ ഖീല ലഹും ഇർകഊ ലാ യർകഊൻ, സത്യനിഷേധികളോട് പറഞ്ഞാൽ, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇർകഊ, നിങ്ങൾ നിസ്കരിക്കൂ, ലാ യർകഊൻ, അവർ നിസ്കരിക്കൂല, അവർ റുക്കൂ ചെയ്യൂല. ഫഹിയ കഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനം പോലെയാണത്. ആമിനൂ കമാ ആമനന്നാസു, ജനങ്ങൾ, അതായത് സത്യവിശ്വാസികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയും. അൽ ബഖറ 13-ാമത്തെ ആയത്ത്. ഇത് തുറന്ന് പറയുന്നത്, അതഅ്മുറൂന
അന്നാസ ബിൽ ബിർരി അതഅ്മുറൂന നിങ്ങൾ കൽപ്പിക്കുകയാണോ അന്നാസ ജനങ്ങളോട് ബിൽ ബിർരി നന്മ കൊണ്ട് പുണ്യം കൊണ്ട്. അതായത് തഅദൂനന്നാസ നിങ്ങൾ ജനങ്ങൾക്ക് വാഴ്ന്നു പറയുന്നു, ഉപദേശിക്കുന്നു. ബിമകാരിമിൽ അഖ്ലാഖ് നല്ല സ്വഭാവം, സൽസ്വഭാവികളാകണമെന്നൊക്കെ നല്ല സ്വഭാവമൊക്കെ ജനങ്ങൾക്ക് വാതു പറഞ്ഞിരിക്കുന്നു. വതൻസൗന അൻഫുസകും അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ മറന്നു പോകുന്നു. വഅൻതും തത്ലൂനൽ കിതാബ് നിങ്ങൾ അൽ കിതാബ് ഓതുന്നുണ്ട്, വിശുദ്ധ വേദന നിങ്ങൾ വായിക്കുന്നു, ജനങ്ങൾക്ക് വാതു പറഞ്ഞെടുക്കുന്നു, നന്മ കൽപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾ സ്വന്തത്തെ മറക്കുന്നു. അഫലാ തഅഖിലൂൻ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ? ഉബ്ഹ അഅമാലിക്കും അതായത് നിങ്ങളുടെ മോശം പ്രവർത്തികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആ മോശത്തരം മ്ലേച്ഛത അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ബുദ്ധിയില്ലേ? വസ്തഈനൂ നിങ്ങൾ സഹായം തേടുവീൻ. ആരോട്? ബില്ലാഹി അള്ളാഹുവിനോട് മാത്രം. ലിഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ സ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹ 5-ാമത്തെ ആയത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇയ്യാക നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു ആരാധിക്കുന്നു, വ ഇയ്യാക നിന്നോട് മാത്രം നസ്തഈൻ ഞങ്ങൾ സഹായം തേടുന്നു. അപ്പം മനുഷ്യരുടെ കഴിവിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഭൗതികമായി അവരുടെ ജീവിതകാലത്ത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ പരസ്പരം സഹായം തേടാൻ പാടില്ല എന്ന് ഇതിനർത്ഥമല്ല. അതൊക്കെ വിശുദ്ധ ഖുർആനിൽ വേറെ തെളിവുകളുണ്ട്. പക്ഷേ മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ അത് മനുഷ്യരോട് ചോദിക്കുക, അതേപോലെ മരിച്ചുപോയ ആളുകളോട് തേടുക, ഇതൊന്നും അനുവദനീയമല്ല. ബിസ്വബരി വസ്തഈനു നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുക. എങ്ങനെ? ബിസ്വബരി ക്ഷമ മുഖേനയും, ക്ഷമ കൊണ്ടും, വസ്വലാ നിസ്കാരം കൊണ്ടും, നിസ്കാരം കൊണ്ട് സഹായം തേടുക. എന്തെങ്കിലും ആവശ്യം നേരിട്ടാലും കൊടുത്തിട്ട് നിസ്കരിക്കാം. ഇസ്ലാമിൻ്റെ ഓപ്ഷനുമേൽ ദുനിയാവിൻ്റെ വിപത്തുകൾ, അതായത് ദുനിയാവിൽ സംഭവിക്കുന്ന വിപത്തുകൾക്ക് അപ്പോൾ അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ സഹായം തേടുക എന്നതാണ്. നിശ്ചയം അത് എന്ന് പറഞ്ഞാൽ ഏത്? ആ സഹായം തേടുക, അള്ളാഹുവിനോട് സഹായം തേടുക എന്നത് ഐ അൽ ഇസ്തിആനതു ബിസ്വലാത്തി വഖ്തൽ മുസീബത്തി ദുരന്തങ്ങൾ ബാധിക്കുമ്പോൾ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുക എന്നത് ലകബീറത്തുൻ അത് നിശ്ചയം വലിയ കാര്യമാണ്, അല്ലെങ്കിൽ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ഐഷദീദത്തുൻ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. ആർക്ക്? ഇല്ല അലൽ ഖാശിഈൻ അള്ളാഹുവിൽ ഭയഭക്തിയുള്ള ഖാശിയങ്ങൾക്കൊഴികെ. അപ്പോൾ അള്ളാഹുവിൽ ഭയഭക്തി ഇല്ലാത്തവർക്ക് അത് വലിയൊരു ഭാരമാണ് എന്ന്. മന്നും ആരാണ് ആ ഖാശിയങ്ങൾ? അതായത് അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവരാരാണ്? ഹും അല്ലദീന യദുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം അല്ലദീന യദുന്നൂന അവർ വിചാരിക്കുന്നു, അവർ മനസ്സിലാക്കുന്നു, അന്നഹും നിശ്ചയം അവർ മുലാഖൂ റബ്ബിഹിം അവരുടെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ളവരാണ്. ഫിൽ ഹയാത്തി ദുനിയ ബഅദൽ മമാത്ത് അള്ളാഹുവിനെ കാണാന്നുള്ളത് അത് യഥാർത്ഥത്തിൽ മരണത്തിന് ശേഷം തന്നെയാണ്, സ്വർഗത്തിൽ വെച്ചാൽ. ദുനിയാവിൽ എന്താ? അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി എല്ലാ പ്രവർത്തികളും ഏത് രഹസ്യമാണെങ്കിലും അവനറിയും എന്ന്. പിന്നെ ഒരായത്ത് അതിൻ്റെ വിശദീകരണമായിട്ട് പറയുന്നുണ്ട്, അത് എനിക്ക് മനസ്സിലായില്ല. ഇന്നല്ലാഹു യുംസിക്കു സ്സമാവാതി വൽ അർദ അൻ തസൂല സൂറത്ത് ഫാത്തിർ 41-ാമത്തെ ആയത്ത്. അതായത് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അത് നീങ്ങാതിരിക്കാൻ വേണ്ടി പിടിച്ചു വെക്കുന്നു എന്നാണ്. അതെങ്ങനെയാണ് ഈ ഇതിനോട് സ്യൂട്ടാകുന്നു മനസ്സിലായില്ല. വഅന്നഹും ഇലൈഹി റാജിഊൻ നിശ്ചയം അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എന്നും. അപ്പോൾ അവർ മനസ്സിലാക്കുന്നു ഖാശിയങ്ങൾ അള്ളാഹുവിൽ ഭയഭക്തിയുള്ളവർ അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ളവരാണെന്നും അവർ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണെന്നും. ബഅദൽ മൗത്ത് അതായത് മരണശേഷം. വൽ മാന അൽ ഇസ്തിആനത ലൈസത് കബീറത്തുൻ അലല്ലദീന യുസദ്ദിഖൂന ബിഅന്നഹും മഖ്ലൂഖൂന ലില്ലാഹ്. അപ്പോൾ നിസ്കാരം മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക എന്നത് അവർ അള്ളാഹുവിന് വേണ്ടി പടക്കപ്പെട്ടവരാണ് എന്ന് സത്യപ്പെടുത്തുന്ന അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതൊരു ഭാരമുള്ള കാര്യം അല്ല. ഇസ്തിആന സഹായം തേടണം, അള്ളാഹുവിന് സഹായം തേടാന്നുള്ളത്. വയുമിനൂന ബിൽ ജസാ പ്രതിഫലത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്. ഈ ഖൗലിഹി തആല അല്ലാഹു തആലയുടെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ലൈൽ 5 മുതൽ 7 വരെ ആയത്തുകൾ. ഫഅമ്മാ മൻ അഅ്താ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അമ്മാ മൻ അഅ്താ അപ്പോൾ സമ്പത്ത് നല്ല വഴിയിൽ നൽകിയവൻ, വത്തഖാ തഖ്വ പാലിക്കുകയും ചെയ്തവൻ, തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തവൻ, വസദ്ദഖ സത്യപ്പെടുത്തുകയും ചെയ്തവൻ, ബിൽ ഹുസ്നാ നല്ലതിന്, ഫസനുയസ്സിറുഹു അവന് നാം എളുപ്പമാക്കി കൊടുക്കും, ലിൽ യുസ്റാ സൗകര്യമായതിനെ എളുപ്പമായതിനെ.